ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടി. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 12-ാം തിരുവചനം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇന്ന് പരിശുദ്ധ അമ്മയുടെ രാജ്ഞീപദ തിരുനാളാണ്. ഈ വചനത്തെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കാം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തവള, താഴ്ത്തിയവള, തൻ്റെ ജീവിതത്തെ താഴ്ത്തി വെച്ചവള അവളെ ദൈവം സ്വർഗരാജ്ഞിയായിട്ട് ഉയർത്തി. ഏറ്റവും വിട്ടുകൊടുത്ത് എളിയവളായിട്ട് നിന്നവളെ, ദൈവത്തിനു മുമ്പിൽ വിനീത ഹൃദയായവളെ സ്വർഗത്തിലെ ഉന്നത പദവിയിലേക്ക് ദൈവം ഉയർത്തിയ അവിടെ ഈ വചനത്തിൻ്റെ പ്രസക്തി കടന്നു വരും. ഇന്ന് നീ ഈ വചനത്തെ നിന്റെ ജീവിതത്തിലേക്ക് സംശീകരിക്കും. ദൈവത്തിന് വേണ്ടി നീ നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്താൽ, ദൈവത്തിന് മുമ്പിലാകട്ടെ മനുഷ്യരുടെ മുമ്പിലാകട്ടെ, ഇവന് വേണ്ടി നീ നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്താൽ നിന്റെ ജീവിതം കംപ്ലീറ്റ് കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവൻ സമയാസമയങ്ങൾ നിന്നെ എടുത്തുയർത്തും, സമയാസമയങ്ങൾ നിന്റെ കൂടെ നിൽക്കും, സമയാസമയങ്ങൾ നിന്നെ സംരക്ഷിക്കും. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജീവിതത്തെ നീ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്താൽ, ജീവിതത്തെ ക്രിസ്തുവിനനുസരിച്ച് നീ ക്രമീകരിച്ചാൽ, ഈ ക്രിസ്താനുഭവം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിതത്തെ നിന്നെ ചുറ്റിപ്പറ്റി തന്നെ ക്രമീകരിക്കുവാനായി, നിന്നിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായി ഈ വ്യക്തിയെ നീ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകൾ, സംരക്ഷണം എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ ദൈവമേ.